വിഷയായി 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 എന്തോന്ന് വിഷയായത്? വിഷുവായെന്നല്ല പിന്നെ? വിഷുവായെന്ന്. ഇവിടെ അതിനും വലിയ വിഷയായി. ഇവിടെ മാത്രമല്ല കേരളം മൊത്തം വിഷുവായെന്ന്. അതല്ല പിന്നെ ഇവിടെ വിഷയമായെന്ന്. ഇവിടെ എന്തോന്ന് വിഷയം? ചേട്ടാ ഇന്ന് വിഷുവായിട്ട് ഇച്ചിരി പായസം കുടിക്കാൻ വേണ്ടി ഞാൻ അടുപ്പ് കൂട്ടിയതാ. ആ. ഇവിടുന്ന് പുക അടിക്കണം പറഞ്ഞ് ദിനേശ് മുതലാളിയുടെ വീട്ടിൽ നിന്ന് വെള്ളം ഒഴിച്ച് ഈ അടുപ്പ് മൊത്തം കെടിച്ച്. ആ വിറവിഞ്ഞറേ, ആ വിറവിഞ്ഞെടുക്കാൻ. അയ്യോ ചേട്ടാ ഇന്ന് നല്ലൊരു ദിവസമാണ്, വേണ്ട ഒന്നും ചെയ്യല ചേട്ടാ. നീ ആ വിറവിഞ്ഞോട്ടെട്. എന്നാ പോയി തല്ല് ആരെ? ദിനേശ് മുതലാളിയെ. തല്ലാനല്ല, പിന്നെ? ഈ നനഞ്ഞ വിറവിനെ ഇങ്ങനെ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ കത്തും. നീ വന്ന് വെച്ചാണ്, ഞാൻ ഊതി തരാം. വാ ഊത്. എടാ മോഹനോ, വിളിച്ചായിരുന്നാ? ഓ അവിടെ. ആഹാ, ആരടാ അത്? എടാ മോഹന, ഓ. നീ ഇവിടെ എന്തിനാണ്? ഞാൻ വിഷുവായിട്ട് ഇച്ചിരി പായസം വയ്ക്കണം. പായസം ഉണ്ടാക്കണം. ബേബി എടാ മോഹന, ആ. നിന്റെ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ അടുപ്പ് ഇങ്ങനെയായിട്ട് കത്തിക്കരുതെന്ന്. ഈ അടുപ്പിൽ നിന്ന് പുക വന്ന് ദാണ്ട ഇവിടെ മൊത്തം പുകമയോട് പുകമയം. ഇത് കുഴിനകമല്ലേടാ? എടാ ഇവിടെ അല്ല, പിന്നെ? ഫ്ലാറ്റ് കണ്ട അവിടെ മൊത്തം പുകയാണെന്ന്. എന്റെ ബേബി നോക്കി നിക്കോട്ട് ഒഴി അങ്ങോട്ട്. ഒഴിക്കല്ലേ? ഒഴിക്കരുത്. ബേബി. ഒഴിക്കരുത്. ഒഴിക്ക് ബേബി. ഒഴിക്കരുത്. ബേബി ഒഴിക്കരുത്. ഛേ, എന്റെ ഭാര്യ വാട്ടർ പ്രൂഫാ. ഇതുപോലെ പോലും നനഞ്ഞില്ല. ഡാർലിംഗ്, ഇതിനകത്തിരുന്ന വെള്ളം എവിടെ? വാട്ടർ, വേർ ഈസ് വാട്ടർ? ഓ എന്റെ ബേബി അക്കണ്ട സ്റ്റെപ്പ് മൊത്തം ഈ ബക്കറ്റ് പിടിച്ച് ആട്ടി 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 വന്നാ പിന്നെ വെള്ളം ഉണ്ടാവോ ബക്കറ്റില്? എടാ മോഹന, ഓ. ഇനി നീ നോക്കോ, എന്തോ? ആട്ടാത്ത വെള്ളവുമായിട്ട് ഞാൻ വരും. ഈ അടുപ്പ് ഞാൻ ഇങ്ങ് വെള്ളം ഒഴിച്ച് കെടുത്തും. എടാ നിനക്കറിയാമോ, എന്നെ പോലുള്ള അന്തസ്സുള്ള പണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ആ മുകളിൽ താമസിക്കുന്നത്. ഞാൻ തന്നെ നിന്നെയൊക്കെ തോട്ടയിട്ട് കുത്തിയിട്ട. Darling, where is തോട്ട? വെരി ബിഗ് സ്റ്റിക്ക് ആൻഡ് എൻഡിൽ ക്ലിപ്പ് ബേബി. ഓ തോട്ടി. എടാ തോട്ടി മോഹന, ആ? നിനക്ക് എന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയത്തില്ല. അറിയാടാ, 2 വെള്ളരിക്കയും വെച്ചിട്ട് നടുക്ക് കൈ പറ്റിക്കുന്ന ഫോട്ടോയിൽ നിന്റെ സ്റ്റാറ്റസ്. എടാ വാട്സപ്പിലെ സ്റ്റാറ്റസ് അല്ല. ബേബി ഇതുപോലത്തെ സ്റ്റുപ്പിഡ് ആയിട്ട് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആൾക്കാരോട് നമ്മൾ ടോക്ക് ചെയ്യാൻ നിക്കരുത് ബേബി. മറ്റേ മാറിയാണ് എന്തോന്ന് പറഞ്ഞത്? സ്റ്റാൻഡേർഡ്. എടി ആ പഞ്ചായത്ത് വൈപ്പിന്റെ ചോട്ടില് നമ്മൾ ഒരുമിച്ച് തുണി അലക്കി കുളിച്ചോണ്ടിരുന്നവരല്ലേടി ഇപ്പൊ ഈ കിളവയെ കിട്ടിയതിന് ശേഷം നിന്റെ സ്റ്റാൻഡേർഡ്. Darling, what is കിളവൻ? വെരി ഓൾഡ് മാൻ ബേബി. Old man? You old man? You old man? ഊതനാണ്ടില്ലേ 2 വിറവും കൂടെ എടുത്ത് വെച്ചോട്. ബേബി വെരി കോൾഡ് മാൻ ബേബി. എനിക്ക് ചുമക്കാനും സമ്മതിക്കൂല. ചുമ വന്നോണ്ട് നന്നായി. എടാ ഈ വിഷു ആഘോഷിക്കുന്ന ആരെ കൂടെ എന്നറിയാമോ? പ്രശസ്ത സിനിമാ താരം കുഞ്ചാക്കോ ബോബന്റെ കൂടെയാണ്. കുഞ്ചാക്കോ ബോബൻ വരുന്നു, വിഷു സദ്യ കഴിക്കുന്നു, വിഷു പായസം കഴിക്കുന്നു. ഈ കുഞ്ചാക്കോവിനെ പോച്ച് ചാടിക്കാനാണ് ഈ അടുപ്പ് തീ കത്തിക്കുന്നത്. എന്റെ ബേബി നമ്മുടെ വീട്ടിൽ കുഞ്ചാക്കോ ബോബൻ വരുന്ന കാര്യം ഇതുപോലുള്ള ലോക്കൽസിനോടൊന്നും പറയില്ലേ? അവരൊക്കെ ഫ്ലാറ്റിൽ കയറി വന്ന് സെൽഫി സെൽഫി എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. കുഞ്ചാക്കോവനില്ല. പിന്നെ ഒരു കാര്യം, ഇനി നീ ഈ അടുപ്പ് കത്തിച്ച നിന്നെ ഞാൻ കൊല്ലും. ഈ അടുപ്പിൽ വെള്ളം ഒഴിക്കും. കേട്ടറാ മോഹന, കേട്ടറാ. പേടിച്ചില്ല, വാ പോവാ. ചേട്ടാ കുഞ്ചാക്കോ പോകാൻ വരണം. ഡേ, അങ്ങനെ പണക്കാരെ വീട്ടിൽ അങ്ങനെ പലരും വന്ന് നിരിക്കും. നമ്മൾ പാവങ്ങളാണ്, നമുക്ക് നമ്മളെ ഉള്ളൂ. വെള്ളം അടിച്ച് കണ്ട മാട്ടലൊക്കെ കിടക്കുമ്പോ ആലോചിക്കണം നമുക്ക് നമ്മളെ ഉള്ളെന്ന്. എന്തെങ്കിലും പറഞ്ഞായിരുന്ന? ആ വിറക് ഇങ്ങോട്ട് എടുക്കും വച്ചാ. പിന്നെ നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വിറവുപോയി. മോഹനോ, എടിയേ, നമ്മളെ കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു. കുഞ്ചാക്കോ ബോബനാ? കുളത്തുപ്പുഴ ചന്ദ്രൻ പറഞ്ഞെന്ന്. ചിരിക്കല്ലേ ചന്ദ്രൻ, ചിരിക്കല്ലേ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. നിങ്ങൾക്കുള്ള വിഷു കൊണ്ടുവന്നിട്ടുണ്ട്. ചാക്കില്ല. അപ്പൊ നാട്ടുകാർക്കൊന്നും വിഷു ഇല്ലേ? എടാ കൊന്ന ജസ്റ്റ് ഒന്ന് വിരട്ടി അങ്ങ് വിട്ട്. നിനക്ക് കൊന്ന. നിനക്ക് കൊന്നാ? നീ കൊന്ന? പിടിച്ചു മാറ്റി. പിന്നെ കൊന്ന? നിനക്കുള്ള കണിക്കൊന്ന കൊണ്ടുവന്നെന്ന്. നീ കൊന്ന? ഓ എന്നാ കൊന്ന പായസത്തിട്. അല്ല കണിവൈ. അപ്പം കൈനീട്ടം തന്നില്ല എന്ന് പറയണ്ട. 2ന്റെ തൊട്ടാണ്, കൺട്രോൾ ഇല്ലാതെ ചെലവാക്കി കളയരുത്. ഇനി ചന്ദ്രനുള്ള കൈനീട്ടം എന്താ? യുദ്ധം തുടങ്ങി. ഇപ്പൊ ഇവിടെ യുദ്ധം കഴിഞ്ഞു പോയതേ ഉള്ളൂ. പക്ഷെ ഞാൻ വരാൻ യുദ്ധം കഴിഞ്ഞ. ഓ,
റോക്കറ്റ് ഉണ്ടായിരുന്ന റോക്കറ്റ് അല്ല, ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നു. ബക്കറ്റ് വെച്ച് അങ്ങനെ യുദ്ധം നടക്കും? ബക്കറ്റ് വെച്ചെന്ന് വെച്ചാൽ വാട്ടർ ഫയർ. എടാ ഗൾഫിലെ യുദ്ധം തുടങ്ങിന്ന്. ആ, കേരളത്തിൽ ഗ്യാസ് ഇല്ല. അതല്ലെങ്കിലും അങ്ങനെയല്ലേ, ഗൾഫിൽ കിടക്കുന്ന സംഭവം നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയെങ്കിലും ഗ്യാസ് എടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് ഗൾഫിലെ എടുക്കോളാ ഗ്യാസ്. ആ കേരളത്തിൽ ഗ്യാസ് ഇല്ലെന്നല്ല, പിന്നെ എടാ ഗൾഫിൽ നിന്ന് കേരളത്തിലോട്ട് ഗ്യാസ് ഇല്ല. ഇവിടെ ഗ്യാസ് കണക്ഷൻ ഉണ്ടാ? വെച്ചെന്തിന്? ആ അയ്യോ വെച്ച എനിക്ക് അതെ, ഓ, വന്നതൊക്കെ സന്തോഷം. ഞാൻ വന്നു, പായസം കുടിക്കും, വിഷു ആഘോഷിക്കും, പോവും. അത് മതിയാ? പിന്നെ പായസം കുടിക്കുന്നതിന് മുമ്പ് 2 എണ്ണം പൊട്ടിക്കണ്ടേ? ഞാനിത് അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. 2 എണ്ണം പൊട്ടിച്ചിട്ട് പോണോള്. കഴിഞ്ഞ ദീപാവലിക്ക് വെച്ച് 2 അമട്ടിരിക്കണ എടുത്ത് പൊട്ടിച്ചാലോ? നീ എന്നെ പോലെ തന്നെയല്ലേ, പഴയതടിക്കൂലേ? ഇടയ്ക്ക് എന്തായാലും ഊതിക്കൊടു. ഊതി കെടുത്ത. ഹലോ അടുപ്പിൽ ആരാ വിളിക്കുന്നത്? അടുപ്പിന്നല്ല. ഹലോ, പരിഷ്കാരി. ഗ്യാസ് ഉണ്ടോ? ഗ്യാസ് ഇല്ല. ഗ്യാസ് ഇല്ലേ? തന്നെയാണല്ലോ ഇല്ലെന്ന് പറഞ്ഞത്. ഗ്യാസ് ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? കുഞ്ചാക്കോവൻ വരുന്നുണ്ട്, പിന്നെ പുള്ളിക്ക് ആഹാരം കൊടുക്കണ്ടേ? നിങ്ങൾ ഒരു അധികം വർത്താനം പറയല്ലേ? ബേബി ബാഡ് വേർഡ്സ്. ലവ് ബേഡ്സ്. ലവ് വേർഡ്സ് അല്ല ബേബി, ബാഡ് ആ വേർഡ്സ്. ബാഡ് ബേഡ്സ് പറയല്ലേ? ഇല്ലേ? ഒളിഞ്ഞ്. ഗ്യാസ് ഊറ്റിയില്ല. അയ്യോ ബേബി, അപ്പൊ കുഞ്ചാക്കോവൻ വരുമ്പോ ഞാൻ പായസം സാമ്പാർ അവിയലൊക്കെ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ബേബി? എടാ ഈ അടുപ്പ് കത്ത് നോക്കടേ, വിറവ് കിടി നല്ല ഗ്യാസ് പോലെ കത്തയാണ് കേട്ടാ. തന്നെ. പെട്ടെന്ന് പായസമാവും തോന്നുന്നു. അല്ലെങ്കിൽ തന്നെ നിന്റെ കുഴപ്പമാണ്. പാവപ്പെട്ട ഒരു ഇത്തിരി അടുപ്പ് കത്തിച്ചൊന്നും അതിന്റെ പുക നമ്മുടെ ഫ്ലാറ്റിൽ വന്ന നിനക്ക് എന്തൊരു കുഴപ്പം? ബേബി ദിസ് ഈസ് ടു മച്ച് ബേബി, നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നേ? മോഹന, ഓ പായസം റെഡിയായ മോഹന? ആയെങ്കിൽ അല്ല, പായസം ഉണ്ടായി കഴിഞ്ഞാൽ അടുപ്പ് ഫ്രീ ആവൂലേ? പായസം ഒരു അരമണിക്കൂറിനകത്താവും. അതിനുശേഷം അടുപ്പ് ഫ്രീ അല്ലേ? അടുപ്പ് ഫ്രീ ആണ്. എന്തോന്ന് പറച്ചിലേ പറയണത്? അടുപ്പ് ഫ്രീ എന്നാ? അല്ലേ? കുളത്തൂപ്പുഴ ഒരു കല്യാണത്തിന് പോണ അടുപ്പിന്. അടുപ്പാ? ആ വൈകുന്നേരം നട 4 മണിക്ക് റിസപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് രാത്രി കഴിഞ്ഞ് കൊണ്ട് വരുവോളൂ. മറുവീടിന് പോണം. മറുപടി അടുപ്പിനൊന്നും പറഞ്ഞാലേ പാവോടെ അടുപ്പ് ഊതിക്കൊടു. സോറി. അതെ, ഇത്രയും മറവീടിനൊക്കെ പോയാലേ ഈ വയറ് പൊട്ടൂലേ അടുപ്പിന്റെ? അടുപ്പിന്റെ അല്ലേ വയറ് പൊട്ടണത്? അടുപ്പങ്ങ് സഹിക്കും. സംഭവം പൊളിഞ്ഞ്. ബേബി അവര് ബേബിനെ പറഞ്ഞു പറ്റിക്കല്ലേ ബേബി? മോഹന, എന്ത്? വേറൊരു സംഭവം ഉണ്ട്. എന്തോന്ന്? കുഞ്ചാക്കോ ബോബൻ വരുമെന്ന് പറഞ്ഞില്ലേ? ആ, ചെറിയൊരു പ്രശ്നമുണ്ട്. മാറ്റണം. പൃഥ്വിരാജിനാക്ക്. ഇതിനാരും വിളിക്കരുത്, ഭയങ്കര പൈസയാണ്. തന്നെ? ടൊവിനോനെ വിളി. ടൊവിനേക്കാളും കുറച്ചും കൂടെ ആസിഫ് അലി ആണെങ്കിലാ? ആസിപ്പല്ലി വിളിച്ചാ ഫോൺ എടുക്കൂലെന്ന്. പിന്നെ നമുക്ക് മറ്റേ കുട്ടിയാകില്ല വിളിക്കാലോ. കുട്ടിയാകില്ല. വിരളി വിരളിയാ? പായസമൊക്കെ അടിച്ച് തെറിപ്പിച്ചാളെ. നിങ്ങൾ വിരലി കാണിക്കാൻ വന്ന് നിൽക്കോ? ആ, ഞാൻ പറഞ്ഞ അതല്ല. പിന്നെ കുഞ്ചാക്കോ ബോബൻ വരുമ്പോ ആ. വിഷു സദ്യ കൊടുക്കണ്ടേ? കൊടുക്കണോ? വിഷു പായസം കൊടുക്കണ്ടേ? നിങ്ങളുടെ കാര്യം. ആ, അതിനുള്ള ഗ്യാസ് കുറ്റിയില്ല. ഗ്യാസ് കുറ്റിയില്ല. ഗ്യാസ് കുറ്റിയില്ല. അപ്പൊ കുഞ്ചാക്കോ ബോബൻ വരുമ്പോ അങ്ങനെ ഒരാളിനെ നമ്മൾ കളിയാക്കി വിടരുത്. അതെ. അതായത് കുഞ്ചാക്ക് വരുമ്പം ഗ്യാസ് കുറ്റി ഇല്ല. ചന്ദ്രന് കുഞ്ചാക്ക് പോവനെ വിളിക്കണം. പഴയ ഒരു സ്പ്ലെൻഡർ പുള്ളിയിലുണ്ട്, അതെടുത്തിട്ട് ആ ഗ്യാസ് കുറ്റി എടുത്ത് പിറകെ വെച്ച് കെട്ടിയിട്ട് ഒരു രാജമല്ലി ഈ പാട്ടും പാടി കുഞ്ചാക്കോവും വരുമെന്ന് വിളിച്ച് ചോദിച്ചു. ഡാർലിംഗ് വരൂ. എന്റെ ബേബി അവര് ജോക്ക് അടിച്ച് ബേബിനെ പറ്റിക്കുവാ. വീണ്ടും കളിയാക്കി. ഓഹോ, എന്നെ കളിയാക്കാൻ നോക്കിയല്ലേ? ഓർഡർ. അയ്യോ എവിടെ പോണ്? ഓടാൻ പറഞ്ഞു. ഇങ്ങോട്ട് വാ. അതല്ല, പിന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്യാന്ന്. എടുത്താണ് കളി. മകനെ, എന്റെ അടുത്തല്ലേ നിന്റെ കളി? ഇപ്പൊ നോക്കാം. അല്ല അതെ, ദിനേശൻ മോലാളി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്. അത് തന്നെ. അപ്പൊ ഇന്ന് വിഷു അല്ലേ? അപ്പൊ കുഞ്ചാക്കോവൻ ഗസ്റ്റ് ഉണ്ട്. അപ്പൊ പുള്ളിക്ക് വേണ്ടി സദ്യ വേണം. വിഷു സദ്യ, വിഷു പായസം വേണം. അടപ്രഥം വേണം. അടപ്രഥം ഇല്ലേ? അന്ന് പിന്നെ പരിപ്പ് പായസം പറ. അടച്ചെന്ന് അവിടെ മൊത്തം അടച്ചെന്ന്. ഗ്യാസ് ഇല്ലാത്തോണ്ട് ഒരു കാര്യം ചെയ്യോ, ഒരു പച്ച വാഴയിലെ കുറച്ച് പച്ചവെള്ളം കൊടുത്തു വിടുവോ? അല്ല, വാഴയില ഇട്ടിട്ടേ കുഞ്ചാക്കോന്റെ അടുത്ത് പറയാം പൂച്ച തിന്നോണ്ട് എന്ന് ബാക്കി ആഹാരം. ഈ ഫ്ലാറ്റിനകത്ത് പൂച്ച വന്നെന്ന് പറഞ്ഞു. ബേബി എന്ത് സ്റ്റുപ്പിഡിറ്റി പറഞ്ഞോണ്ടിരിക്കുന്നേ? അടുപ്പ് കത്തുന്നില്ല മോഹന. നമ്മള് കത്തിച്ചോളാം. മോഹന ഇങ്ങ് വാ. ഇത് പറ. പിന്നെ ഇതിന്റെ ഉപയോഗം കഴിഞ്ഞിട്ടൊന്ന് തരുവോ? അത് ചന്ദ്രന്റെ കൂടെ ചോദിച്ചു നോക്ക്. ചന്ദ്ര തരുവോ? നിങ്ങൾക്ക് എന്നാ പിന്നെ എനിക്ക് വേണ്ടേ? തീട്ടൊന്ന് കത്തിച്ചിട്ട് തരാം. ഫ്ലാറ്റിലുള്ളവരൊക്കെ ഇങ്ങനെയാണ്. ഇതെന്താണ്? കുളത്തൂപ്പുഴ വനത്തിനകത്തൊന്നും ഇങ്ങനെയല്ല കേട്ടാ. ഇറങ്ങ്. നിന്റെ ഫ്ലാറ്റിൽ പോ. എവിടെ? താത്തിട്. ഈ ചാക്കിലാറ്റൊക്കെ കയറി. ഓഹോ, അപ്പൊ നീയൊക്കെ എന്റെ ക്ഷമ
പരീക്ഷിക്കാണ്. പഠിക്കാനാണ്. കുറെ നേരം കൊണ്ട് ഞാൻ സഹിക്കുന്നു. ആഹാ. നിനക്കൊക്കെ വേണ്ടാന്ന് വെക്കുമ്പോ വിഷുവാണ് വിഷുവാണ് നല്ലൊരു വിഷുവാണ് നോക്കിക്കോ. ബേബി എന്താ കാണിക്കുന്നത്? ഇപ്പൊ കാണിച്ചു തരാം. അഫു, 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 അഫു. നായ്ക്കടിക്കാൻ വന്ന ഇളക്കടിയാണ്. ഇളക്ക് ഊത് ഊത് ഊത്. ഞാനിരുന്ന് എങ്ങനെ കാണിച്ചു? അഫു, അഫു. തീ ഗ്യാസ് വന്നേ, ഗ്യാസ് വന്നേ. ആഹാ, എടാ ചന്ദ്ര, നീ എന്തെടുത്ത് പറഞ്ഞ കുഞ്ചാക്കോന്റെ അടുത്ത് ഗ്യാസ് കുറ്റി കെട്ടിക്കൊണ്ടുവരാനല്ലേ? നീ എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞല്ലേ? നീ എന്റെ അടുത്ത് എന്ത് പറഞ്ഞത്? നീ ഗ്യാസ് എനിക്ക് തരൂലെന്നല്ലേ? ഡാർലി, നീ മാറിയില്ല അങ്ങോട്ട്. ഇവന്റെ വിറവ് പിന്നെ ഒരു കാര്യം, 2 കുറ്റി ഗ്യാസ് മുകളിൽ ഇറക്കണം. മോളിൽ കൂടെയോ താഴെ കൂടെയോ എങ്ങനെങ്കിലും ഇറക്കാന്ന് പറഞ്ഞിരിക്കാ ഞാൻ. വായെ കൂടെ ഇറക്കി. മോനെ, പോവാതിരുന്ന ഗ്യാസ് പോയടാ മോനെ. അച്ഛനൊരു ഗ്യാസ് പായസം കൂടെ തന്നടാ. പായസം കൊടു, പായസം കൊടു. അച്ഛന് വയറിൽ ഗ്യാസ് ആയിരുന്നല്ലേ? ചന്ദ്രനോട് പായസം. മോഹന, അച്ഛനായിരുന്നല്ലേ? അച്ഛനായിരുന്നു. അച്ഛന് പായസം കിട്ടി. സൂപ്പർ പായസം കേട്ടാ. കുളത്തോപ്പുറത്ത് എല്ലാവരുടെയും പറയണം. തന്നെ തന്നെ. മോഹന, ഒരു കാര്യം ചെയ്യോ? എന്തോന്ന്? ഞാൻ മുതലാളിയാണെന്നുള്ളൊരു ബഹുമാനം വേണ്ട. അത് പണ്ടേ ഇല്ല. ചോറ്റുപാത്രത്തിൽ ഇതുപോലെ പായസം തരുവോ? ഒരു തുള്ളി തരൂല. കുഞ്ചാക്കോ, കുഞ്ചാക്കോ അല്ല ആരായാലും തൊട്ടാ കയ്യിലെ കെണ്ട അടിച്ചു പോയി. ഒച്ചേ ഒന്ന് തരുവോ? നിങ്ങളാണല്ലേ പറഞ്ഞ തരത്തില്ലെന്ന്. ആ. എന്താ ഷോ ആയിരുന്നു ഇവിടെ കിടന്ന്? ദേ, പണം ഉണ്ടെന്ന് വിചാരിച്ച് ഇത്ര അഹങ്കാരം കാണിക്കരുത്. ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവരുണ്ടല്ലോ ഇങ്ങനെയാണ് ജീവിക്കണത്. ബാർ, നിനക്ക് തെറ്റ്, ഞാൻ പറയാം. അവിടെ പുക അടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇവിടെ കിടന്ന് കുറെ ബഹളം കാണിച്ചല്ല. ഒരു തനി തരൂല. നിർത്തിയ അല്ല, പുക അടിക്കണം. ബക്കറ്റ് കൊണ്ട് അല്ല, കുഞ്ചാക്കോ പോവും വരുമെന്ന് പറഞ്ഞു. അതാണ് കുഞ്ചാക്കോ പോവും വരുമെന്ന് പറഞ്ഞു. കുഞ്ചാക്കം വരുന്നു പറഞ്ഞു. അല്ല, അവർ അങ്ങനെ ആയിരുന്നു അഹങ്കാരം. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നല്ലൊരു ദിവസമാണെന്ന്. ഇവിടെ പാവപ്പെട്ടവനൊന്നോ പണക്കാരനൊന്നും ഇല്ല. എല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാനാണ് ഈ വിഷു. മനസ്സിലായോ മോളെ? ഇവർക്ക് ഇച്ചിരി പായസം കൊടുത്തിരുന്നു. അച്ഛ, അതല്ല. നേരത്തെ എന്തോ ചാടയായിരുന്നു കുഞ്ചാക്ക പോകാൻ വരും പറഞ്ഞു. അഹങ്കാരം. അയ്യോ, അത് സംഭവം അറിയാമോ? എനിക്ക് കുഞ്ചാക്കോരെ പോയിട്ട് ഒരു സിനിമയുടെ എനിക്ക് പരിചയമില്ല. ഞാൻ ചുമ്മാ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ സ്റ്റാറ്റസ് ഉയർത്തി കാണിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഒരു ഷാള് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നിനക്ക് അമിതാഭ് ബച്ചൻ ചെയ്യും. അവിടെ ചെന്ന് ഡാർലിങ്ങിന്റെ അടുത്ത് ഞാൻ അതാണ് പറഞ്ഞത്. ഗസ്റ്റുകളൊന്നും ഇല്ല. അല്ല, ഈ വിഷുവിന് നമുക്ക് ഗസ്റ്റുകളൊന്നും ഇല്ല. വിഷമിക്കണ്ട. ഈ ചന്ദനം വന്നിരിക്കുന്ന എന്തിനാണ്? വിഷു ആഘോഷിക്കാൻ മാത്രമല്ല, ഞാൻ ഇവിടെ ഗസ്റ്റുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തോന്ന് ഷേ? നമ്മളെ ഗസ്റ്റുകൾ ആരെന്നറിയാമോ? ഇരിക്കുന്ന നമ്മളെ ഗസ്റ്റുകൾ. എല്ലാവരെയും വിളിച്ചോ. ഇവരില്ലാതെ എന്തോന്ന് വിഷു ആഘോഷം? ഞാൻ കൊടുക്കും. അതൊക്കെ എടുത്ത് വെക്കണോ? അതെടുത്ത് വെക്കണോ? ഹാപ്പി വിഷു. അല്ല, പൂർണ്ണമാവണമെങ്കിൽ നമ്മുടെ ചേച്ചിയുടെ കയ്യിൽ ഒരു സംഭവം കൂടെ വേണം. ചേച്ചിയുടെ കയ്യിൽ ഒരു സമ്മാനം കൊടുക്കണം. അത് നമുക്കൊരു കാര്യം ചെയ്യാം. അച്ഛാ, അതങ്ങോട്ട് കൊടുത്താട്ടെ. ഹാപ്പി വിഷു. നീ കൂടി കൃഷ്ണൻ. അതെന്തായാലും നല്ലൊരു ഐഡിയ കേട്ടോ ചെയ്തത്. എല്ലാരും പായസം എടുത്തല്ലോ. നിങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ ഒന്നുമില്ല. വിഷു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെയാണ്. ഒന്ന് വന്നേ, എല്ലാവരും വന്നേ. എന്തായാലും ഹാപ്പി വിഷു. കമ്മലിന്മേൽ ഉമ്മ വെച്ചതും ഇന്നലെ നിൻ കാന്തമണി കണ്ണിണയിലെ കനകവിളക്ക് കൊളുത്തിയതും മയങ്ങുന്ന നേരത്തിൽ നിൻ വാതിൽ മെല്ലെ ചാരിയതും മനസ്സിന്റെ മൺമുറിയിലെ മധുര തുവണയൊഴുകിയതും കണ്ടതാണ് പെണ്ണേ, കൺകവർന്ന പെണ്ണേ, പൂവണിഞ്ഞ രാത്രി മുല്ലേ. മൈക്കുറുമ്പിയെ മേയ്ക്കും മൈക്കറുമ്പിയം പെണ്ണേ.